ചാപ്റ്റർ 11 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 11ൻ്റെ പേര് സിംഗിൾ എൻട്രി സിസ്റ്റം. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്നാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ പ്രോഫിറ്റ് കണ്ടെത്താമെന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ, പല ആളുകളും പലപ്പോഴും പറയാറുണ്ട് ഒരു ക്ലാസ് റൂമിൽ എന്താണ് സിംഗിൾ എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന ഡെബിറ്റും ക്രെഡിറ്റും ഫോളോ ചെയ്യുമ്പോഴാണ് ഡബിൾ എൻട്രി എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ മാത്രം ഫോളോ ചെയ്ത് വരുമ്പോഴാണ് സിംഗിൾ എൻട്രി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നിവിടെ മറ്റൊരു പേര് പറഞ്ഞു, അതുതന്നെയാണ് സിംഗിൾ എൻട്രി. എവിടെയാണോ അക്കൗണ്ട്സ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് അവിടെ നമുക്ക് സിംഗിൾ എൻട്രി എന്ന് വിളിക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്തടത്തൊക്കെ സിംഗിൾ എൻട്രിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തിലെ കടകളിൽ നമുക്കറിയാം ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അക്കൗണ്ട്സ് കാണുന്നുണ്ട്. അതൊക്കെ അവിടെ അക്കൗണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ കാലങ്ങളായി അവരുടേതായ ചിലവേൽ, ഇപ്പോൾ 10 ബിസിനസ് സ്ഥാപനം ഒരു ടൗണിലുണ്ടെങ്കിൽ 10 പേരും ഡിഫറെൻ്റ് ആയിട്ട് അവരുടെ ഓൺ വേയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് സിംഗിൾ എൻട്രി എന്ന് പറയാം. എന്നാൽ 2-3 സ്ഥാപനങ്ങൾ പക്ക അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഡബിൾ എൻട്രി. അപ്പോൾ ദർ ഈസ് നോ സിസ്റ്റമാറ്റിക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്, ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. സിംഗിൾ എൻട്രിയുടെ യഥാർത്ഥമായ ഒരു കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ സിംഗിൾ എൻട്രിയുടെ 2 വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സിംഗിൾ എൻട്രിയിൽ ഇനി എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നിൽക്കാം. അല്ല, ഇതിൻ്റെ കുറച്ച് ലോജിക്കും മറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോയി ആ വീഡിയോ കണ്ട് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും നന്നാവുക. എനിവേ, ഞാനിവിടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഇവിടെ നമുക്ക് 7ഓളം ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതാണ്, ശ്രദ്ധിച്ചാൽ മതി. വിമൽ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഓൺ 1 ജാനുവരി 2014. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ നോട്ട് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് കാണുകയാണ്. ഹൗ ടു കാൽക്കുലേറ്റ് എഴുതിക്കോളൂ. ഹൗ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഒരു ചെറിയ ഹെഡിങ് എഴുതാം, ഹൗ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഹൗ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ അല്ലേ? എഴുതി. വി ഹാവ് ടു ഫോളോ 2 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എഴുതാം. സ്റ്റെപ്പ് 1, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. Prepare statement of affairs. ആ സ്റ്റെപ്പിൻ്റെ താഴെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഹൈഫൺ എഴുതിക്കോ, അല്ലെങ്കിൽ അവിടെ തന്നെ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഹൈഫൺ ടു നോ ദ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ക്യാപിറ്റൽ. ടു നോ ദ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്നിട്ട് അവിടെ താഴത്തെ എഴുതിക്കോ, ടു നോ ഓപ്പണിംഗ് ക്യാപിറ്റൽ വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. താഴെ തന്നെ എഴുതാം, ടു നോ ക്ലോസിംഗ് ക്യാപിറ്റൽ വി ഹാവ് ടു പ്രിപ്പയർ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ അല്ലേ? യെസ്, മതി. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റ് ഒന്നുമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ലയബിലിറ്റി അതുപോലെ തന്നെ അസറ്റും, അത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് ബാലൻസ് ഷീറ്റ് എന്നാണെങ്കിൽ ഇവിടെ ബാലൻസ് ഷീറ്റിന് പകരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇടും. എന്നിട്ട് നമുക്കറിയാം ക്യാപിറ്റൽ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. എവിടെ? അക്കൗണ്ട് ഇക്വേഷനിൽ എന്തായിരുന്നു? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റി.
അസറ്റിൽ നിന്നും ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നിട്ടുള്ള അസറ്റുകൾ എഴുതും, ലയബിലിറ്റി എഴുതും, എന്നിട്ട് അത് ബാലൻസ് ചെയ്യും. ബാലൻസിങ് ഫിഗറാണ് ക്യാപിറ്റലായിട്ട് വരാം. ഓക്കെ അല്ലേ? കൺഫ്യൂസർ ആവണ്ട. ഒരു ബാലൻസ് ഷീറ്റ് എന്താണോ അത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതിൻ്റെ ഹെഡിങ് മാറ്റാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എഴുതാം. ലയബിലിറ്റി ഉണ്ട്, അസറ്റ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ലഭ്യമായ അസറ്റുകളും ലയബിലിറ്റിയിലും പുട്ടിയും അത് ബാലൻസ് ചെയ്യും. ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ ആവും. ഓക്കെ അല്ലേ? യെസ്, നത്തിങ് ഗ്രേറ്റ്. അടുത്ത് സ്റ്റെപ്പ് 2 എഴുതിക്കോളൂ. സ്റ്റെപ്പ് 2, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 2. ഓക്കെ, അല്ല ആദ്യം എഴുതുക ക്ലോസിംഗ് ക്യാപിറ്റൽ. ആഡ് ഡ്രോവിങ്സ് എഴുതിക്കോളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി ആഡ് ഡ്രോവിങ്സ്. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. എഗെയിൻ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എങ്ങനെയായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ഏതാ? ഡ്രോവിങ്സ്. എന്നിട്ട് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ഫോർമാറ്റും മറ്റു ലോജിക്കും കാര്യങ്ങളൊക്കെ പിന്നെ വരാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ പറയുന്ന ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോവിങ്സ് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുകയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ്സും ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ പേര് പ്രോഫിറ്റ് ഓർ ലോസ്. പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലോസ് ആവും. പ്രോഫിറ്റ് ഓർ ലോസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു മൊഡ്യൂളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിമൽ സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1 January 2014 വിത്ത് എ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1,60,000. വിമൽ എന്ന ആൾ, ഞാൻ 1,60,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 1,60,000. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അണ്ടർലൈൻ ചെയ്ത് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ആദ്യം വൃത്തിയിൽ എഴുതിയെടുക്കുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,60,000. ക്ലിയർ അല്ലേ? ഓക്കെ. ഹി ഡസ് നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അയാൾ കൃത്യമായ അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഡ്യൂറിങ് ദ ഇയർ 2014 ഹി വിഡ്രോ 20,000. അണ്ടർലൈൻ ചെയ്യുക, ഡ്രോവിങ്സ് 20,000. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി അല്ലേ? പിന്നെ എന്ത് കിട്ടി? ഡ്രോവിങ്സ് 20,000 കിട്ടി. ക്ലിയർ. അടുത്ത് ഇൻട്രൊഡ്യൂസ് ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എ ഫ്രഷ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ആണ്. അപ്പോൾ 10,000 അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുക അഡീഷണൽ ക്യാപിറ്റൽ 10,000. എഴുതിയില്ലേ? ഓക്കെ. ഹിസ് പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ 31 December 2014 stood as follows. നമുക്ക് ആദ്യം ഞാനിപ്പോൾ ഒരു ഏറ്റവും ലാസ്റ്റ് അസറ്റുകളും കുറേ ലയബിലിറ്റിയും താഴെ തന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2014 പ്രൊവൈഡഡ് ദാറ്റ്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ഈസ് ടു ബി ചാർജ്ഡ് അറ്റ് 10%. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 10%. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, നമുക്കറിയാം. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞത് ഇയാൾ ഇംപ്രോപ്പറായിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത ആളാണ് വിമൽ. അയാൾക്ക് പ്രോഫിറ്റ് എത്രയാണ് എന്ന് 2014 ജാനുവരി മുതൽ 2014 ഡിസംബർ വരെയുള്ള 12 മാസ കാലയളവിലെ അയാൾക്ക് ലഭ്യമായ ഇൻഫർമേഷനാണ് ഇതൊക്കെ. അത് നമുക്ക് തന്നു. നമ്മളുടെ അടുത്ത് അയാളുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടെത്താനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ സിറ്റുവേഷനിൽ 2 സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യുക. ആദ്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ഓക്കെ അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അത്രേ ഉള്ളൂ. ആദ്യം വേണ്ടത് ഏതാണ്? ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 1 ആദ്യം ചെയ്യണം. കാരണം സ്റ്റെപ്പ് 1 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനും ഓപ്പണിംഗ് ക്യാപിറ്റലും കാണാനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നതുകൊണ്ട് നാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് പ്രോഫിറ്റ് കാണണമെങ്കിൽ 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എന്ത് കാണണം?
അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത് ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എല്ലിൻ്റെ ഫോർമാറ്റിൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ആദ്യം വേണ്ടത്. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി സ്റ്റെപ്പ് 2-ലെ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയാണ് സ്റ്റെപ്പ് 1 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ആഡ് ഡ്രോയിങ്സ്, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ അസറ്റുകളും ലയബിലിറ്റീസും ഏത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കൂ, ഇവിടെ ഹിസ് പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ഓൺ 31st December 2014 stood as follows. കണ്ടില്ലേ? ഡിസംബറിൽ 2014 അയാളുടെ അസറ്റുകളുടെയും ലയബിലിറ്റിയുടെയും പൊസിഷനാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഒന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെപ്പ് എന്നൊന്നും ഇവിടെ എഴുതുന്നുണ്ടാവില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റെപ്പായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് 1 എന്ന് എഴുതി വെക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹെഡിങ്ങിലെ മാറ്റുള്ളൂ, ബാക്കി കണ്ടന്റിലൊന്നും മാറ്റല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. കണ്ടില്ലേ? ലയബിലിറ്റി റുപ്പീസ്, അസറ്റ് റുപ്പീസ്. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. ഈ 2 സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്തു? നല്ല വൃത്തിയിൽ എഴുതി വെച്ചു. ഇനി ഓരോ അസറ്റും ക്യാഷ് ഇൻ ഹാൻഡ്, ആദ്യം നമ്മൾ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫില്ല് ചെയ്യാൻ പോവാണ്. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റാണ്, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. അടുത്ത വരുന്നതാ സ്റ്റോക്ക് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. അടുത്ത ഐറ്റം പറയുന്നത് ബിൽസ് റിസീവബിൾ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം 20,000. ഡെപ്റ്റേഴ്സ് അസറ്റാണ് 40,000, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി സൈഡിൽ എഴുതാം 35,000. ബാങ്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് അറിയാം, നോർമലി ബാങ്ക് ഡെബിറ്റ് ആണ്, അസറ്റാണ്. പക്ഷേ ബാങ്ക് ക്രെഡിറ്റ് ബാലൻസ് ആവും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഒരേ ബാങ്ക് തന്നെയാണ് എന്താവുന്നത്? ഡെബിറ്റ് ആവുന്നത്. ആ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇട്ട എമൗണ്ട് അവിടെ ഉണ്ട്. നമ്മൾ ഇട്ട എമൗണ്ട് 2 ലക്ഷമാണ്, നമ്മൾ വിഡ്രോ ചെയ്ത് 2.5 ലക്ഷമാണ്. അപ്പോൾ 1/2 ലക്ഷം ഇനി ബാങ്കിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ആ എമൗണ്ട് 15,000. അടുത്ത് ഫർണിച്ചർ അസറ്റാണ്, എന്ത് ചെയ്യാം? എഴുതാം 30,000. ബിൽഡിങ് വരുന്നുണ്ട് 80,000, അതും എഴുതാം 80,000. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ വളരെ നൈസായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ 2,40,000 നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. കണ്ടില്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഡേറ്റ് നമുക്ക് തന്ന അസറ്റുകളുടെയും ലയബിലിറ്റിയും ഡിസംബർ ലാസ്റ്റിലല്ലേ? അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഏതാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനാണ്. 1,90,000 ഈസ് നോൺ ആസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ അല്ലേ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. എത്രയാണ്? 1,90,000. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഓരോന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഡ്രോവിങ്സ് 20,000 ആഡ് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടില്ലേ ഫോർമാറ്റിലെ? യെസ്. അതേപോലെ തന്നെ പിന്നെ വന്നുള്ളത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഫസ്റ്റ് കൊണ്ടുവന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം 1,60,000. അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ 10,000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതും എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ. നിങ്ങൾ എഴുതിയ ഫോർമാറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ആഡ് ഡ്രോവിങ്സ്, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നാവും. ഓക്കെ അല്ലേ? എങ്ങനെയാണെങ്കിലും രണ്ടും ലെസ് തന്നെയാണല്ലോ. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം ലെസ് ചെയ്യും, പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഇവിടെ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ മുകളിൽ 10% ആണ്. ഫർണിച്ചർ ഇവിടെ ഉള്ളത് 30,000 ആണ്. ആ 30,000-ൻ്റെ 10% 3,000 രൂപ വരും. ആ 3,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഏതിൽ നിന്ന് ലെസ് ചെയ്യണം? ഈ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ 40,000 3,000 പോയാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് 37,000. വളരെ ഈസിയാണ്. വിമലിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. വിമലിനെ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്ന ഇൻഫർമേഷൻ നമ്മൾ നോക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ. ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ തരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തത്. നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യനിൽ ഈ 1,90,000 ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടെ തരികയായിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വേണോ? വേണ്ട, ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾ. ക്ലോസിംഗ് ക്യാപിറ്റൽ 1,90,000 ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തത്.
ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ്. അപ്പോൾ നമുക്കതിന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറയാം. ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം ബ്രാക്കറ്റിൽ ഇറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ലോജിക്കും മറ്റുമൊക്കെ ആധികാരികമായി പറയുന്ന വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വീഡിയോ, സിംഗിൾ എൻട്രിയുടെ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അത് കാണുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. ഓക്കെ, എ ബാലൻസ് ഷീറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിൻ്റെ അതേ ഫോമാറ്റ് തന്നെയാണ് ഏതിനുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനുള്ള. ബാലൻസ് ഷീറ്റ് മോർ റിലയബിൾ ദാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനേക്കാൾ നമുക്ക് ഒന്നുകൂടെ വിശ്വാസ്യയോഗ്യമായത് ഏതാണെന്ന ബാലൻസ് ഷീറ്റാണ്. അത് കറക്റ്റാണ്. ഓക്കെ അല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ ഐറ്റംസ് കൊണ്ടുവരുന്നത് ജേണൽ ചെയ്ത് ലെഡ്ജർ ചെയ്ത് ലെഡ്ജറിൽ നിന്നും ട്രയൽ ബാലൻസിലേക്ക് എത്തി ട്രയൽ ബാലൻസിൽ നിന്നും അസറ്റുകളും ലയബിലിറ്റിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ ഇദ്ദേഹം തന്ന ഈ ക്യാഷ് ഒക്കെയാണ്, സ്റ്റോക്ക്, അതുപോലെ ഈ ഫർണിച്ചർ, ബിൽഡിങ്, ഇതിനൊന്നും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഫർണിച്ചർ അവർ റെക്കോർഡ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ ഫർണിച്ചർ എന്ത് ചെയ്യും? പോയി നോക്കും. ഇതിപ്പോൾ ഒരു 40,000 രൂപയുടെ ഫർണിച്ചർ, ഓക്കെ, ഇത് എത്ര കൊല്ലം മുന്നേ മേടിച്ചാൽ? ഇത് 2 കൊല്ലം മുന്നേ മേടിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനൊരു 25 രൂപ ഇടാം. ഇങ്ങനെ ഒരു എസ്റ്റിമേഷൻ, ഫിസിക്കൽ വെരിഫിക്കേഷൻ, അങ്ങനെയുള്ള ഒരു അസംഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലേക്ക് അസറ്റും ലയബിലിറ്റി ഇടുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റിൽ അങ്ങനെയല്ല. ബാലൻസ് ഷീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സാധനമാണ് ബാലൻസ് ഷീറ്റിലേക്ക് ഇടുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ഡബിൾ എൻട്രിയിലാണ്. എന്നാൽ ഡബിൾ എൻട്രിയിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ എൻട്രിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് എവിടെയില്ല? ഡബിൾ എൻട്രിയിലില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ 2 പോയിന്റുകളുണ്ട്. ഇൻ ബാലൻസ് ഷീറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അസറ്റ്സ് ലയബിലിറ്റി ക്യാപിറ്റൽ ആർ ഡിറൈവ്ഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട്. കണ്ട, ജേണൽ ചെയ്ത് ലെഡ്ജർ ചെയ്തിട്ട് ആ ലെഡ്ജറിൽ നിന്നാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. സോ ബാലൻസ് ഷീറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാം. Balance sheet is prepared under double entry system. Statement of affairs created for incomplete records. Statement of affairs incomplete ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ ഷാറ്റേഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റിന് റിലയബിലിറ്റി കൂടുതൽ. PQ3 നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓൺ വിച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബേസിക് ലോജിക്ക് പറഞ്ഞിരുന്നു. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി അല്ലേ? യെസ്. കാരണം നമുക്ക് അസറ്റുകൾ എഴുതി ലയബിലിറ്റി എഴുതി എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ക്യാപിറ്റൽ. ബാലൻസിങ് ഫിഗർ ക്യാപിറ്റലായിട്ട് എടുക്കുക. കാൽക്കുലേറ്റ് ദ ക്യാപിറ്റൽ ഓൺ 1 April 2017. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിരുന്നു അല്ലേ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വിളിക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, അസറ്റാണ്, അസറ്റ് സൈഡിൽ എഴുതാം. ബാങ്ക് ഓഡ് ആഫ്റ്റ് ലയബിലിറ്റി സൈഡിൽ എഴുതാം. മിഷനറി അസറ്റാണ്, അസറ്റ് സൈഡിൽ എഴുതാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്. അതേപോലെ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. സ്റ്റോക്ക് ഇൻ ട്രേഡ് അസറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യും. അസറ്റാണ് കൂടുതൽ വരുന്നത് 45,000 നിന്നും ഈ പറയുന്ന 10,000 ലെസ് ചെയ്താൽ വരുന്ന 35,000 നമ്മുടെ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ക്യാപിറ്റൽ ഓൺ 1 April 2017 ആണ്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ മാറ്റി എന്താക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നാക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതിയാൽ തെറ്റാവും. ഇതിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലാക്കുക. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ. സുന്ദ സ്റ്റാർട്ടഡ് എ കൂൾ ബാർ 1 April 2017. 5 മാർക്കിന് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിത്ത് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? യെസ്. മെയിൻറ്റെയിൻ ഹെയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആസ് പെർ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? യെസ്. പിന്നെ ഡ്യൂറിങ് ദ ഇയർ ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഓൺ 31st March 2018 ഹെർ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഫോളോസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും.
മാർച്ച് എൻഡിലുള്ള ഇൻഫർമേഷൻ തന്നത് എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാവും? സ്വാഭാവികമായിട്ടും നമുക്ക് പ്രോഫിറ്റ് കാണാനുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&Lൻ്റെ ഫോമാറ്റ് പറയുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോവിങ്സ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഇതിലെന്താണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് ഇവിടെ ഇല്ലാത്തത് ഏതാണ്? നോ ഡൗട്ട് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് വരയ്ക്കാം. അതിന് ആവശ്യമായിട്ടുള്ള അസറ്റുകളും ലാബിലിറ്റീസുമാണ് ഇവിടെ തന്നിട്ടില്ല. ആദ്യം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആണ് 1 lakh. എവിടെ എഴുതാം? ലാബിലിറ്റീസിൽ എഴുതാം. ബാങ്ക് ലോൺ ലാബിലിറ്റിയിൽ എഴുതാം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡിൽ എഴുതാം. ഫർണിച്ചർ 2 lakh അസറ്റ് സൈഡിൽ എഴുതാം. സ്റ്റോക്ക് അസറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അസറ്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് നമുക്ക് 3,30,000 കിട്ടും. 3,30,000 1,80,000 ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ 1,50,000. നിങ്ങളിതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കണം. 31st December 2018 ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അപ്പോൾ അത് വേണ്ട. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് വരച്ചു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്യാപിറ്റൽ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ച് എന്ത് ചെയ്യാം? അവസാനം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&Lലേക്ക് പോകാം. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് 1,50,000. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓക്കെ അല്ലേ? അതിന് മുൻപേ വിഡ്രോവൽ ഉണ്ട്, 20,000 വിഡ്രോവൽ ആഡ് ചെയ്യണം. ഓക്കെ, 1,70,000. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്, അത് ലെസ് ചെയ്യണം. ദെൻ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അത് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചാൽ ഡയറക്റ്റ് പോയാലും ആൻസർ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആണ്. ബിഗിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ സാധാരണ തരുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നോക്കൂ, കാൽക്കുലേറ്റ് ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ് ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാനാണ് പറയുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റലും പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 48,000. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 lakh. നമ്മൾ ഇൻവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യട്ടെ. ഡ്രോയിങ്സ് 58,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ അല്ലേ? സാധാരണ നമുക്ക് തരാറെന്താണ്? പ്രോഫിറ്റ് തരില്ല അല്ലേ? സാധാരണ നിങ്ങളിവിടെ വേറൊരു കാൽക്കുലേഷൻ ചെയ്താൽ പെർഫെക്റ്റ് ഔട്ടാണ്, ശ്രദ്ധിച്ചാൽ മതി. പ്രോഫിറ്റ് തരില്ല, എന്നിട്ട് ക്ലോസിങ്ങും ഡ്രോവിങ്സും ഓപ്പണിംഗ് ക്യാപിറ്റലും തരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റൽ 6 lakh എഴുതും. ഡ്രോവിങ്സ് എന്ത് ചെയ്യും? 58,000 അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? 6,18,000 അതിൽ നിന്ന് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് തന്നെ ആവും കിട്ടുക. അപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിക്കോളൂ. ക്ലോസിംഗ് ക്യാപിറ്റൽ 6 lakh. ക്ലോസിംഗ് ക്യാപിറ്റൽ 6 lakh. ആഡ് ഡ്രോവിങ്സ് 58,000. ആഡ് ഡ്രോയിങ്സ് 58,000 മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 6,18,000 മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 6,18,000. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എത്രയാവും? 40,000 ആവും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് തരേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നു? പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നു, എന്ത് തന്നില്ല? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നില്ല. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് പ്രോഫിറ്റ് എഴുതിയപ്പോൾ നമുക്കിത് ആൻസർ കിട്ടി. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യാനാണ്. ക്യാപിറ്റൽ എൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അഡീഷണൽ ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസിംഗ് ക്യാപിറ്റൽ 1 lakh എഴുതട്ടെ. ഡ്രോയിങ്സ് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്തു, അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ പ്രോഫിറ്റ് കിട്ടിയ എത്രയാണ്? 15,000. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ ഇയർ വൈസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? 20ലാണല്ലോ ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ 2 വീഡിയോ കൂടെ നമുക്കുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിവിടെ താൽക്കാലികം അവസാനിപ്പിക്കാം.